ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 604 ഭാഗത്തിലേക്ക് സ്വാഗതം. മുന്നമേ തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകളും ശൂനോയ പെരുന്നാളിൻ്റെ ആശംസകളും നേരുന്നു. നമ്മുടെ രാജ്യം അതിൻ്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പരിശുദ്ധ സഭ ദൈവമാതാവിൻ്റെ ശൂനോയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ദൂതൻ്റെ അറിയിപ്പിനെ സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച യേശുതമ്പുരാന് ജന്മം നൽകുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത മറിയാമിൻ്റെ ഓർമ്മ. അവിവാഹിത ഗർഭം ധരിച്ചാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലേണം എന്നുള്ള നിയമമുള്ളിടത്ത് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന് കന്യകയായ മറിയാമിനോട് അറിയിച്ചപ്പോൾ അവൾ ദൈവദൂതനോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കെ ഇത് എങ്ങനെ സംഭവിക്കും? ദൂതൻ അവളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. മറിയാം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. പ്രിയമുള്ളവരെ, അവൾ പറയുന്നത്, ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. നീ പറഞ്ഞ ഈ വാക്കുകളൊക്കെയും കർത്താവിൻ്റെ ഇഷ്ടമാണ് എങ്കിൽ എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരുവാനും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ നിഴലിടുവാനുമൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ആഗ്രഹത്തിന് ഞാൻ പൂർണ്ണമായിട്ടും സമ്മതമറിയിക്കുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. എൻ്റെ കർത്താവ് എന്നോട് എന്ത് കൽപ്പിച്ചാലും അത് ഞാൻ ചെയ്യുമെന്ന് ഇവിടെ കന്യകയായ മറിയം പ്രഖ്യാപിക്കുകയാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധമായ ദിവസത്തിൽ എൻ്റെ കർത്താവ് എന്നോട് എന്ത് ആവശ്യപ്പെട്ടാലും അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കുമെന്ന് തീരുമാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതും അതുതന്നെയാണ്. കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ്റെ ഇഷ്ടമാചരിച്ച് ജീവിച്ച് നിത്യജീവന് അർഹരായിത്തീരുക. അതിന് നമുക്കെല്ലാവർക്കും തമ്പുരാൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.